ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പറയാം. മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുകയാണ്. പ്രത്യേകമായും ദൈവത്താൽ നയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ ഉള്ളിൽ ദൈവത്തെ തേടുന്നുണ്ട്. ദൈവവുമായി എങ്ങനെയാണ് കണ്ടുമുട്ടേണ്ടതെന്നും ദൈവം എന്താണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കാതെയാണ് നെട്ടോട്ടം ഓടുക. എന്തു കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം? തൻ്റെ വീര്യപ്രവൃത്തിയുടെ ഫലമാണോ നൽകേണ്ടത്? തൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമായി തൻ്റെ ആദിജാതനെ ഞാൻ നൽകണമോ? ആയിരക്കണക്കിന് ആടുകളെയും 10,000 നെയ്പ്പുഴകളും ഞാൻ ദൈവത്തിനു വേണ്ടി ഒഴുക്കണമോ? 1000 ആടുമാടുകളെയും 10,000 നെയ് ഉറവയും അല്ലെങ്കിൽ 10,000 നെയ്യുമാണോ ഞാൻ ഒഴുക്കേണ്ടത്? പ്രിയ സഹോദരങ്ങളെ, അവിടെ നമ്മോട് പറയുകയാണ്, മിക്ക പ്രവാചന പുസ്തകം 6-ാം അധ്യായം 6 മുതലുള്ള തിരുവചനത്തിലൂടെയാണ് നമ്മളത് കാണുക. 8-ാം തിരുവചനം നമ്മോട് ഇങ്ങനെയാണ് പറയുക: നല്ലത് എന്തെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, നീതി പ്രവർത്തിക്കുക. 2, കരുണയെ സ്നേഹിക്കുക. 3, നിന്റെ ദൈവത്തോടൊപ്പം വിനീതനായി ചരിക്കുക. ഇവയല്ലാതെ നിന്നിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് മനസ്സിൻ്റെ തൃപ്തിയാണ്. ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമാണ്. കാരണം നമ്മൾ ദശാംശമൊന്നും കൊടുക്കാതിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും ദൈവത്തിൻ്റെ പക്കലേക്ക് പലതും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നേർച്ച കാഴ്ചകൾക്ക് പ്രസക്തിയുണ്ട്. നമ്മൾക്ക് മരുഭൂമി അനുഭവം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സാഹചര്യം, ഒന്നിനും ഒരു സന്തോഷം തോന്നാത്ത സാഹചര്യത്തിൽ തീർത്ഥാടനമായി നാം പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ദേവാലയത്തിൽ ചെന്ന് നമ്മൾ സ്വാഭാവികമായും പ്രാർത്ഥിക്കും. മനസ്സ് സമ്പൂർണ്ണമായ സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും പ്രാർത്ഥന നമ്മൾ നിന്നുണ്ടാകും. അത് ഈ മരുഭൂമി അനുഭവത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു പടിയാണ്. തീർത്ഥാടനം നമ്മൾക്ക് ആവശ്യമുണ്ട്, ദാനധർമ്മം നമ്മൾക്ക് ആവശ്യമുണ്ട്, നേർച്ച കാഴ്ചകൾ നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇവയൊക്കെ ഉപരിയായി ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്: 1, നീതിയെ സ്നേഹിക്കുക അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുക. 2, കരുണയെ സ്നേഹിക്കുക. 3, നിന്റെ ദൈവത്തോടൊപ്പം വിനീതനായി ചരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എവരെയും ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കാഴ്ചകൾ അവിടുന്ന് സ്വീകരിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ.